ഹലോ ഗൈസ്, നമുക്കിന്നൊരു പൂ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 6 ഷീറ്റ് ടിഷ്യൂ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഞാനൊരു റോസും ഒരു പിങ്ക് റെഡ് മിക്സഡ് ഷെയ്ഡാണ് കേട്ടോ കൊടുക്കണേ. എൻ്റെ അടുത്ത് എക്സാക്റ്റ് രണ്ടും ഇല്ല, അതുകൊണ്ട് രണ്ടും കൂടെ ചേർത്തിട്ടാണ് കൊടുക്കണേ. ഇതേപോലെ കൊടുത്തിട്ട് അതിൻ്റെ ആ സൈഡ് പോർഷനിൽ ഞാൻ യെല്ലോ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും കൊടുക്കണം കേട്ടോ, സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ആ ഒരു ലെവലിന് കൊടുത്തു പോകുന്നുണ്ടേ. കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. നല്ലോണം ഉണക്കിയെടുത്തിട്ടുണ്ട്. ഉണക്കിയെടുത്ത പേപ്പറിന് നമുക്ക് മടക്കിയെടുക്കാം. മടക്കിയതിന് ശേഷം സിഗ്സാഗ് പരുവത്തിൽ, അതായത് ഇങ്ങനെ നമുക്ക് 4 സൈഡും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് മടക്കിയെടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആ പേപ്പർ തീർന്നവരെ മടക്കിയെടുക്കാം. മടക്കിയെടുത്തു. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് നൂല് വെച്ചിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. അപ്പം ഞാനത് കെട്ടിയെടുത്തിട്ട് ആ പേപ്പറിന് ഞാൻ തിരിച്ച് മടക്കിയതിന് ശേഷം നമുക്ക് ഓരോ ഷീറ്റായിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു ഷീറ്റ്, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ഷീറ്റ്, അങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഫുൾ ഇളക്കിയെടുത്തു. ഇപ്പോൾ ഇതിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന് തണ്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ തണ്ട് വയ്ക്കാനായിട്ട് ഞാൻ മുറ്റത്ത് നിന്ന കാരമരത്തിൻ്റെ ഒരു ഉണങ്ങിയ കമ്പാണ് കേട്ടോ എടുത്തേക്കണേ. എനിക്ക് മറ്റേ പച്ച പെയിൻ്റ് അടിച്ച കമ്പ് എടുക്കണ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. അപ്പോൾ പൂ ഉണ്ടാക്കിയതിൽ ബാക്കി വന്ന ടിഷ്യൂ പേപ്പർ ഞാനതിൽ ചുരുട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചുരുട്ടി വെച്ചതിന് ശേഷമാണ് ഞാൻ അതിനകത്ത് ഫെവിക്കോൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഫെവിക്കോൾ ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് ആ കമ്പെടുത്ത് വെച്ച് കൊടുത്തിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് മുറുക്കി പിടിച്ചിട്ട്, അതായത് ആ ഫെവിക്കോൾ ഇങ്ങനെ പുറത്തെ വശത്തോട്ട് ടിഷ്യൂ കഴിഞ്ഞ് വരത്തക്ക രീതിക്ക് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പുറത്തും കൂടെ ഞാൻ കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ആ പേപ്പർ നല്ലോണം അതിൽ ടൈറ്റ് ചെയ്ത് ഒട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. അപ്പോൾ കമ്പ് നല്ലോണം ഉണങ്ങി പേപ്പറുമായിട്ട്, എന്നിട്ട് ഞാൻ അതിനകത്ത് ഫെവിക്കോൾ തേച്ച് കൊടുക്കുന്നുണ്ട്. തേച്ച് കൊടുത്തതിന് ശേഷം പൂവിൻ്റെ അവിടെ ഒരു ഹോള് കാണുന്നുണ്ടോ, അതിലോട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ശരിക്കും ആ ഹോളില്ല, ഉണ്ടാക്കിയ ഹോളല്ല, അത് മറ്റേ നമ്മൾ നൂല് ചുറ്റുമ്പോഴത്തേക്കും വരണതാണ്. എന്നിട്ട് ഞാൻ നല്ലോണം പ്രസ് ചെയ്ത് അതിനെ ഉണക്കിയെടുക്കണുണ്ടേ. അപ്പം നമ്മുടെ പൂവ് സെറ്റായി. എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ? ഇത് ഇന്നുണ്ടാക്കിയതാണ്. ആ നീല കളറിൽ കാണുന്ന ഇന്നലെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ 2 പൂവുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.